ക്ഷണിച്ചോളാം. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമഃ പ്രണവാർത്തായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. നാൽപ്പതാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അതിന് നിമിത്തമായി പ്രവർത്തിച്ച ഈ സത്ര സംഘാടക സമിതിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബ അംഗങ്ങളെയും ഞാൻ എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. സാന്നിധ്യം കൊണ്ടും അസാന്നിധ്യം കൊണ്ടും എന്നെ ശ്രവിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും മനസ്സുകൊണ്ട് നമസ്കാരം പറയുന്നു. ഈ ഏതാണ്ട് 1.25 മണിക്കൂർ ഈ സത്രത്തിൽ ഞാൻ പങ്കുകൊള്ളുമ്പോൾ നിങ്ങളും ഞാനും തമ്മിലുള്ള ഈ 1.25 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളും ഞാനും തമ്മിലുള്ള ആ സ്നേഹവും സന്തോഷവും വർദ്ധിക്കട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാ വിദ്വിഷാവഹൈ. ഇന്ന് 4 ദിവസം കഴിഞ്ഞു ഇന്നത്തെ മഹാസത്രത്തിന്റെ. അപ്പോൾ കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന പ്രഭാഷണങ്ങളിൽ കൂടി നമ്മൾ ഏവർക്കും മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്നത്തെ സമൂഹം വിദ്വേഷത്തിന്റെയും തിരിച്ചറിവില്ലായ്മയുടെയും അനേക സ്പന്ദനം നമ്മൾ കേൾക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ. അങ്ങനെയുള്ള സ്പന്ദനങ്ങളിൽ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ നമ്മുടെ മനസ്സിന് ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മഹാസത്രം ഇനിയും ദിവസങ്ങളുണ്ട്, വിജയകരമായി മുൻപോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം പുരുഷാർത്ഥങ്ങളാണ്. മനുഷ്യജന്മം ഏറ്റവും ഉദാത്തമായ ജന്മങ്ങൾ ഒന്നാണ്. കാരണം മറ്റ് ജന്മങ്ങളിലെ പോലെയല്ല മനുഷ്യജന്മം. നമ്മൾക്ക് വിവേകപൂർവം ചിന്തിക്കുവാനും ബുദ്ധിപൂർവം പെരുമാറുവാനുമുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അത് ഉദാത്തമായ ജന്മമെന്ന് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യജന്മം സാർത്ഥകമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില ചിട്ടകളുണ്ട്. അത് നമ്മുടെ പൂർവികർ നമുക്ക് ക്രമമായി തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോകണം, നന്മയുടെ പാത ഇതാണ്, ധർമ്മത്തിന്റെ പാത ഇതാണ്, അധർമ്മത്തിന്റെ പാത ഇതാണ്, നീ ഈ പാതയിൽ കൂടി പോയാൽ ഇങ്ങനെ സംഭവിക്കും
ഇങ്ങനെ ചിട്ടയായി വേദങ്ങളിൽ കൂടിയും ഉപനിഷത്തുകളിൽ കൂടിയും പുരാണങ്ങളിൽ കൂടിയും ഇതിഹാസങ്ങളിൽ കൂടിയും നമ്മൾക്ക് പകർന്നു തന്നിട്ട് പോയ ഋഷീശ്വരന്മാരെ നമിക്കുകയാണ്. അവർ നൽകിയ ഈ അറിവുകൾ നമ്മുടെ മനുഷ്യരായ നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത വിജയം. അല്ലാതെ കൂടുതൽ കോടികൾ സമ്പാദിക്കുന്നതിലോ മറ്റു കാര്യങ്ങളിലോ അല്ല. നമ്മുടെ മനുഷ്യ ജീവിതം സാർത്ഥകമാകണമെങ്കിൽ, കാരണം മനുഷ്യനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. നമ്മൾക്ക് കിട്ടിയ ഭാഗ്യങ്ങളെ കുറിച്ച് നിങ്ങൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട്? മനുഷ്യർക്കൊന്ന് സ്നേഹിക്കാൻ കഴിയില്ലേ? ഒന്ന് ചിരിക്കാൻ കഴിയില്ലേ? ഒന്ന് കൈപിടിച്ചുയർത്താൻ കഴിയില്ലേ? ആർദ്രതയോടുകൂടി ഒന്ന് നോക്കുവാൻ കഴിയില്ലേ? മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയില്ലേ? ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ദാനം നൽകാൻ നമുക്ക് കഴിയില്ലേ? നല്ല വർത്താനങ്ങൾ പറയാൻ സാധിക്കില്ലേ? എന്തെല്ലാം നന്മകളാണ് നമ്മൾക്കുള്ളത്. നമ്മുടെ മനുഷ്യ ജന്മത്തിനെ ഓർത്ത് മറ്റ് ജീവജാലങ്ങൾ അസൂയപ്പെട്ടിട്ടുണ്ട്. കാരണം ജ്ഞാനപ്പാനയിൽ പൂന്താനം സ്വാമി വളരെ വിശദമായി നമ്മുടെ മനുഷ്യ ജന്മത്തിനെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നമ്മൾ ഈ അമ്മയുടെ ഗർഭപാത്രം എന്ന സുന്ദരമായ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ എവിടെയായിരുന്നു? അത് നമ്മൾക്ക് പൂന്താനം സ്വാമി പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്കുമൊക്കെ അറിയാവുന്നതാണ്. എന്റെ കൂടെ ഇത് പാടാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എത്ര പ്രയാസപ്പെട്ടി കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം പിറന്നു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി മർത്യജന്മത്തിൻ മുൻപേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിഞ്ഞു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണിതെറിഞ്ഞാലും. എത്ര ജന്മങ്ങൾ, 84 ലക്ഷം ജന്മങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അമ്മയുടെയും അച്ഛന്റെയും സ്നേഹമാകുന്ന രേതസ് പങ്കുവച്ച് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയത്. എത്ര ജന്മങ്ങൾ കഴിച്ചു. അന്നൊക്കെ നമ്മൾ ഈ 2 കാലിൽ നടക്കുന്ന ഈ വിവേകമുള്ള മനുഷ്യനെ നോക്കി കൊതിച്ചിട്ടുണ്ട്. അവൻ എത്ര ഭാഗ്യവാനാണ്, അവൻ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ്. ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടുന്നു. മനുഷ്യ ജന്മത്തിന് മാത്രം ലഭിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം മനുഷ്യ ജന്മത്തിൽ ലഭിക്കുന്നു. സാക്ഷാത്കാരത്തിലൂടെ നമ്മൾ ഈശ്വരനെ അറിയുന്നു. ഇത് നമുക്ക് മാത്രമുള്ളതാണ് ഭാഗ്യം. അപ്പോൾ ഇങ്ങനെ കൊതിച്ച് നമ്മൾ അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ വന്ന് വീണു. അത് കഴിഞ്ഞ് 10 മാസം 7600 മണിക്കൂർ എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ അവിടെ കടന്നത്. വിശക്കുമ്പോൾ അമ്മയ്ക്കിട്ടൊരു ചവിട്ട് കൊടുക്കും, ഉടനെ അമ്മ ആഹാരം തരും. അങ്ങനെ സുഖമായി ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. പക്ഷേ പിന്നീട് നമ്മൾ നമ്മുടെ മനുഷ്യനായിട്ടുള്ള വളർച്ചയിൽ നമ്മൾക്ക് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന ചിട്ടയായ ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിർണയിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിത വിജയത്തിന് വേണ്ടുന്ന തത്വങ്ങൾ
എന്തെല്ലാമാണ് നമുക്ക് ജീവിത വിജയം? ജീവിത വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യൻ ഒരു ലക്ഷ്യം ഉണ്ടാവണം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നിനക്ക് എന്താ ലക്ഷ്യം? ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആവണോ, ടീച്ചർ ആവണോ? ആ ലക്ഷ്യമല്ല. മനുഷ്യനാണ് അവന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വരനെ അറിയുക. അത് ആത്മസാക്ഷാത്കാരത്തിലൂടെ, ആത്മനിയന്ത്രണത്തിലൂടെ നമ്മളെ തന്നെ അറിയുന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് നമുക്ക് ചില മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് മാർഗങ്ങളിലൂടെ പോയാൽ നിനക്ക് ആ ലക്ഷ്യത്തിൽ എത്താം മനുഷ്യ? കാരണം നിനക്ക് മനനം ചെയ്യുവാൻ കഴിവുള്ളവനല്ലേ? നീ ഒന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ട് നിന്റെ വിവേകം ഉപയോഗിച്ച് നീ ഈ മാർഗങ്ങളെ നിന്റെ ജീവിതത്തിലേക്ക് എടുത്ത് മുന്നോട്ട് പോകുക. അപ്പോൾ എന്തൊക്കെയാണ് പുരുഷാർത്ഥങ്ങൾ? എല്ലാവർക്കും അറിയുന്നതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. ഭാരതം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഭാരതം ഭൗതികതയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, ആത്മീയത മാത്രമേ ഉള്ളൂ. വെറും തെറ്റിദ്ധാരണയാണ്. ഭാരതം എന്നും ഭൗതികതയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഭൗതികതയിൽ കൂടി മാത്രമേ നമ്മൾക്ക് സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞേ നീ മോക്ഷത്തിലേക്ക് എത്തുകയുള്ളൂ മനുഷ്യ എന്ന് നമുക്ക് പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങൾ.